Morning students, welcome once again to my chemistry class. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടക്ടിവിറ്റി എന്താണ്, മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഈ കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാപ്പയാണ്. കണ്ടക്ടിവിറ്റി അതുപോലെ തന്നെ മോളാർ കണ്ടക്ടിവിറ്റി varies with concentration. So this is a very important topic from the examination point of view. The variation of conductivity and molar conductivity with the concentration. അപ്പോൾ ചിലപ്പോൾ ഇത് ഡൈല്യൂഷൻ്റെ ടേംസിലും പറയാം. ഈ കോൺസെൻട്രേഷനും ഡൈല്യൂഷനും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ഡൈല്യൂഷൻ കുറയാന്നർത്ഥം, ഡൈല്യൂഷൻ കൂടുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയാന്നർത്ഥം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺസെൻട്രേഷൻ്റെ ടേംസിൽ പറയാം, അല്ലെങ്കിൽ ഡൈല്യൂഷൻ്റെ ടേംസിൽ പറയാം. അപ്പോൾ നമ്മളിവിടെ ഡൈല്യൂഷൻ്റെ ടേംസിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു കണ്ടക്ടിവിറ്റി ഓൺ ഡൈല്യൂഷൻ? ഈ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 1 മീറ്റർ ക്യൂബ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് 1 മീറ്റർ ക്യൂബ് ഇലക്ട്രോലൈറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള അയോണുകളുടെ കണ്ടക്റ്റൻസിനെ നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ദ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം, അതായത് 1 മീറ്റർ ക്യൂബിനകത്തുള്ള അയോണുകളുടെ എണ്ണം കുറഞ്ഞു പോകും. The number of ions per unit volume decreases. അത് കുറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി കപ്പ വാല്യൂ വിൽ ഓൾസോ ഡിക്രീസ്. അപ്പോൾ കപ്പയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, കപ്പ വാല്യൂ ഡിക്രീസസ് വിത്ത് ഡൈല്യൂഷൻ. അതായത് ഡൈല്യൂഷൻ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ഡൈല്യൂഷൻ കൂട്ടുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ അർത്ഥം. സോ ഓൺ ഡൈല്യൂട്ടിങ് വാട്ട് യു ആർ ഡൂയിങ് ഇസ് യു ആർ ഡിക്രീസിങ് the value of kappa. Kappa value decreases on dilution because the number of ions per unit volume decreases on dilution. So that's the first thing. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റിയുടെ കാര്യമാണ്. ഈ മോളാർ കണ്ടക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ് ആയാലും ശരി, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ് ആയാലും ശരി, ലാംഡ എം വാല്യൂ ഇൻക്രീസസ് ഓൺ ഡൈല്യൂഷൻ. നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ആസ് വെൽ ആസ് ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്, ദ മോളാർ കണ്ടക്ടിവിറ്റി ഇസ് ഫൗണ്ട് ടു ഇൻക്രീസ്. രണ്ടിൻ്റെ കേസിലും മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു? അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇക്വേഷൻ പ്രകാരം ലാംഡ എം ഇസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു വി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ കാപ്പ വാല്യൂ ഡിക്രീസ് ചെയ്യണം. പക്ഷെ വാട്ട് ഹാപ്പൻസ് ടു വോളിയം വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് നെറ്റ് റിസൾട്ട് ഇസ് ലാംഡ എം ഇൻക്രീസസ്. മാത്തമാറ്റിക്കലി നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി വി ഷാൽ ടേക്ക് ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. എന്തുകൊണ്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ലാംഡ എം വാല്യൂ ഇൻക്രീസസ് ഓൺ ഡൈല്യൂഷൻ? ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻ ദ കേസ് ഓഫ് ഡൈല്യൂഷൻ, ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നോക്കൂ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കണ്ടക്ടിവിറ്റി കൂടണമെങ്കിൽ 2 കാര്യങ്ങൾ കൂടണം. ഒന്ന്, നമ്പർ ഓഫ് അയോൺസ് കൂടണം, അയോണുകളുടെ എണ്ണം കൂടണം. അതല്ലെങ്കിൽ അയോണുകളുടെ മൊബിലിറ്റി കൂടണം. ഇത് രണ്ടും കൂടുമ്പോഴാണ് ആക്ച്വലി കണ്ടക്ടിവിറ്റി കൂടുന്നത്. അയോണുകളുടെ എണ്ണം, അയോണുകളുടെ മൊബിലിറ്റി, ഇത് രണ്ടും കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടും. ഇനി നിങ്ങൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസ് എടുത്തു, അതിനെ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്യും. അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇസ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് അറ്റ് എനി കോൺസെൻട്രേഷൻ. ഏതൊരു കോൺസെൻട്രേഷനിലും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് പൂർണ്ണമായിട്ടും അയണൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനകത്തേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചതുകൊണ്ട് അതിന് കൂടുതൽ അയണൈസേഷൻ സംഭവിക്കുന്നില്ല. കാരണം അത് ഓൾറെഡി കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് അയോൺസ് എന്ന ഫാക്ടർ, അയോൺസ് ഇൻക്രീസസ് എന്ന ഫാക്ടർ അല്ല അവിടെ മോളാർ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു കാരണം, മൊബിലിറ്റി ഇൻക്രീസസ്. നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ അയോണുകളുടെ മൂവ്മെൻറ്റ് കൂടും. അയോൺസിന് കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി കൂടും. ഗ്രാജുവൽ ആയിട്ടേ കൂടുള്ളൂ. ദർ ഇസ് എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ മൊബിലിറ്റി ഓൺ ഡൈല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. അങ്ങനെ കൂടി നിങ്ങൾ മാക്സിമം ഡൈല്യൂഷൻ എത്തുമ്പോൾ, അതായത് കോൺസെൻട്രേഷൻ ഓൾമോസ്റ്റ് 0 ആകുമ്പോൾ, അല്ലെങ്കിൽ മാക്സിമം ഡൈല്യൂഷൻ എത്തുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിക്ക് ഒരു മാക്സിമം വാല്യൂ ഉണ്ടാകും, വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ആസ് ലാംഡ 0. ദിസ് ഇസ് നോൺ ആസ് ലിമിറ്റിംഗ്
മോളാർ കണ്ടക്ടിവിറ്റി എന്നറിയപ്പെടുന്നു. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വെൻ ഡൈല്യൂഷൻ ഇസ് മാക്സിമം. ഡൈല്യൂഷൻ കൂടുന്ന സമയത്ത്, ഡൈല്യൂഷൻ മാക്സിമം ആകുന്ന സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റിയുടെ മാക്സിമം വാല്യൂനെയാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതിന് ആദ്യകാലത്ത് ഇറ്റ് വാസ് നോൺ ആസ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഇത് ആദ്യം നമ്മൾ ഉപയോഗിച്ചിരുന്ന ടെർമിനോളജി ആയിരുന്നു ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഇപ്പോൾ നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി റൈറ്റ് ആസ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ടെൻഡ്സ് ടു സീറോ. അതല്ലെങ്കിൽ ഡൈല്യൂഷൻ മാക്സിമം ആകുമ്പോഴുള്ള മോളാർ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, അതല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ the variation of lambda m with the concentration can be expressed using an equation. Variation of lambda m with concentration can be expressed using an equation known as Debye-Huckel-Onsager equation. നമുക്ക് ഇക്വേഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ഇക്വേഷന്റെ പ്രത്യേകത എന്താണ്? ലാംഡ എമ്മിനെയും കോൺസെൻട്രേഷനെയും റിലേറ്റ് ചെയ്യുന്ന, മോളാർ കണ്ടക്ടിവിറ്റിനെയും അതുപോലെ തന്നെ കോൺസെൻട്രേഷനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് Debye-Huckel-Onsager ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: ലാംഡ എം ഇസ് ഈക്വൽ ടു ലാംഡ എം സീറോ മൈനസ് എ റൂട്ട് സി. നോക്കൂ, ഈ ലാംഡ എം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ ഗിവൺ കോൺസെൻട്രേഷൻ. ഇപ്പോൾ നമ്മൾ പറയുകയാണ് കോൺസെൻട്രേഷൻ 5 മോളാർ ആണ്, അപ്പോഴുള്ള ഒരു കണ്ടക്ടിവിറ്റി ഉണ്ടാവും. അതാണ് നമ്മൾ ലാംഡ എം എന്ന് പറയുന്നത്. ഗിവൺ കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി, ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റിയാണ് ലാംഡ എം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, അതായത് നിങ്ങളുടെ ഡൈല്യൂഷൻ മാക്സിമം ആകുമ്പോഴുള്ള കണ്ടക്ടിവിറ്റിയാണ് ലാംഡ എം സീറോ. You can see a constant A. A എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. It depends on type of electrolyte എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റിന്റെ ടൈപ്പിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് പല ടൈപ്പ് ഇലക്ട്രോലൈറ്റുകളുണ്ട്. 1,1 ഇലക്ട്രോലൈറ്റ്, 2,1 ഇലക്ട്രോലൈറ്റ്, ഇങ്ങനെ പല ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഈ 1,1 ഇലക്ട്രോലൈറ്റിന്റെ ഒരു ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്. നോക്കൂ, പിന്നെ സോഡിയം അയോണിന്റെ ചാർജ് +1, ക്ലോറൈഡ് അയോണിന്റെ ചാർജ് -1. രണ്ടിൻ്റെയും മേലെയുള്ള ചാർജ് 1,1 ആണ്. അപ്പം അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ 1,1 ടൈപ്പ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2,1 ടൈപ്പ് നോക്കൂ, മെഗ്നീഷ്യത്തിന്റെ ചാർജ് 2, ഇതിന്റെ മേലുള്ള ചാർജ് 1 ആണ്. അപ്പോൾ 2,1 ടൈപ്പ് ഇലക്ട്രോലൈറ്റ്. അങ്ങനെ പല ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദി ചാർജ് ഓൺ ദി ആനയോൺ ആൻഡ് കാറ്റയോൺ. അപ്പോൾ ആ ഇലക്ട്രോലൈറ്റ് ടൈപ്പ് മാറുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് എ എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. സോ ദിസ് ഇക്വേഷൻ ഗിവ്സ് യു ദ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇതിനൊരു ഗ്രാഫും കൂടെ ഉണ്ട്. യു ഓൾസോ ഹാവ് എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. Lambda m versus root c graph in the case of a strong electrolyte. KCl graph ആണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. നോക്കൂ, ഇതിന്റെ കേസിൽ ഇങ്ങോട്ട് വരുമ്പോൾ കോൺസെൻട്രേഷൻ കുറയാണ്. കോൺസെൻട്രേഷൻ കുറയാന്ന് വെച്ചാൽ ഡൈല്യൂഷൻ കൂടുക. അപ്പോൾ അതനുസരിച്ച് ഈ ലാംഡ എമ്മിന്റെ വാല്യൂ കൂടുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നതോട് ലാംഡ എമ്മിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കൂ, ഇവിടെ ഇഫ് യു എക്സ്ട്രാപോളേറ്റ് ടു സീറോ കോൺസെൻട്രേഷൻ, ഈ ലൈനിലെ കോൺസെൻട്രേഷന്റെ വാല്യൂ 0 ആണ്. അതിനെ നിങ്ങൾ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് 0 കോൺസെൻട്രേഷനിൽ എത്തിക്കഴിഞ്ഞാൽ യു ഹാവ് ദ മാക്സിമം വാല്യൂ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ എം സീറോന്റെ വാല്യൂ കിട്ടും. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് this is equal to -a. Slope എന്ന് പറഞ്ഞാൽ അതിന്റെ tan theta കണ്ടാൽ മതി. You get the slope. So that's equal to -a. So this graph gives you the variation of lambda m with concentration. So അതിനെ extrapolate ചെയ്ത് കഴിഞ്ഞാൽ you get the maximum value of molar conductivity, that is limiting molar conductivity. ഇനിയിപ്പോൾ നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദിസ് എ റാപ്പിഡ് ഇൻക്രീസ് ഇൻ മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ അയണൈസ് ചെയ്യും. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് ഓൺലി പാർഷ്യലി അയണൈസ്ഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ വെള്ളം ഒഴിച്ച് അതിനെ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ അയണൈസേഷൻ്റെ തോത് വർദ്ധിക്കും. കൂടുതൽ അയണൈസ് ചെയ്യും, കൂടുതൽ അയോൺസ് ഉണ്ടാകും. അതുകൊണ്ട് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് റാപ്പിഡ്ലി ഓൺ ഡൈല്യൂഷൻ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലാംഡ എം വേഴ്സസ് റൂട്ട് സി ഗ്രാഫ്
In the case of a weak electrolyte, the acetic acid graph ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ആ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഗ്രാഫ് ഒരു കർവ് ആണ്. ഈ കർവ് ആയതുകൊണ്ട് തന്നെ യു കെ നോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ഇറ്റ് ടു സീറോ കോൺസെൻട്രേഷൻ സീറോ ആക്കിയിട്ട് നമുക്കതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ദിസ് ഇസ് എ കർവ്. ഇത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ യു കെ നോട്ട് ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ലാംഡ സീറോ ഗ്രാഫിക്കലി അല്ലെങ്കിൽ എക്സ്പെരിമെന്റലി നിങ്ങൾക്ക് ലാംഡ സീറോയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇൻ ദ കേസ് ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു ഗോ ഫോർ സം തിയററ്റിക്കൽ മെത്തേഡ്സ്. അപ്പോൾ അങ്ങനെ ലാംഡ സീറോയുടെ വാല്യൂ തിയററ്റിക്കലി ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾറാഷ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒരു ലോ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് നോൺ ആസ് കോൾറാഷസ് ലോ. ഈ കോൾറാഷസ് ലോയുടെ മെയിൻ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ എം സീറോ നമുക്ക് ഗ്രാഫിക്കലി അഥവാ എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതിനെ തിയററ്റിക്കലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോൾറാഷ് എന്ന് പറയുന്ന ഒരാൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇക്വേഷനാണ് അല്ലെങ്കിൽ ഒരു നിയമമാണ് കോൾറാഷസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൾറാഷസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ the limiting molar conductivity of an electrolyte is the sum of the individual contributions of anion and cation എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. The limiting molar conductivity of an electrolyte is the sum of the individual contributions of the cation and anion എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഇതിന് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ നമ്മളൊരു വീക്ക് ഇലക്ട്രോലൈറ്റിന് എടുത്തു കഴിഞ്ഞാൽ അത് ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ അയണൈസേഷൻ കൂടി വരും. അത് മാക്സിമം ഡൈല്യൂഷൻ എത്തുമ്പോൾ അതിൻ്റെ അയണൈസേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ കാറ്റയോൺ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും ടുവേർഡ്സ് ദ ടോട്ടൽ മോളാർ കണ്ടക്ടിവിറ്റി. ആനയോൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ആ രണ്ട് കോൺട്രിബ്യൂഷനും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും എന്നാണ് അയാളുടെ നിയമം പറയുന്നത്. സോ ലാംഡ സീറോ പ്ലസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ദ കാറ്റയോൺ ടുവേർഡ്സ് ദ ടോട്ടൽ മോളാർ കണ്ടക്ടിവിറ്റി. ദിസ് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി ആനയോൺ ടുവേർഡ്സ് ദ ടോട്ടൽ മോളാർ കണ്ടക്ടിവിറ്റി. പിന്നെ നിങ്ങൾ രണ്ട് ടേംസ് ഇവിടെ കാണുന്നത് ന്യൂ പ്ലസ് ന്യൂ മൈനസ്. അതെന്താണെന്ന് ചോദിച്ചാൽ it is the number of cation and number of anion produced by the dissociation of one mole electrolyte. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡ് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ you have one sodium ion and one chloride ion. So your new plus എന്ന് പറയുന്നത് 1 ആണ്, new minusഉം 1 ആണ്. പിന്നെ നിങ്ങൾ വേറൊരു ഇലക്ട്രോലൈറ്റ് എടുത്തോളൂ, മെഗ്നീഷ്യം ക്ലോറൈഡ് എടുത്തോളൂ. മെഗ്നീഷ്യം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെഗ്നീഷ്യം അയോണും രണ്ട് ക്ലോറൈഡ് അയോണും ഉണ്ട്. സോ ന്യൂ പ്ലസ് എന്ന് പറയുന്നത് 1ഉം ന്യൂ മൈനസ് എന്ന് പറയുന്നത് 2ഉമാണ്. ഒരു മോൾ ഇലക്ട്രോലൈറ്റ് അയണൈസ് ചെയ്തിട്ട് എത്ര കാറ്റയോൺ ഉണ്ടാവുമോ എത്ര അനയോൺ ഉണ്ടാവുമോ അതാണ് നമ്മളുടെ ന്യൂ പ്ലസ് ആൻഡ് ന്യൂ മൈനസ് കാണിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കോൾറാഷസ് ലോന്റെ ആപ്ലിക്കേഷനാണ്. നമ്മൾ കോൾറാഷസ് ലോ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അഥവാ ലാംഡ എം സീറോ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ കോൾറാഷസ് ലോ ഉപയോഗിച്ച് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം സീറോ ഡിസൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് ലാംഡ എം സീറോ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് ഇതിൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എസിറ്റിക് ആസിഡ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കോൾറാഷസ് ലോ ഉപയോഗിച്ച് എസിറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ ആവശ്യമുണ്ട്. അതിൽ നമ്മൾ ഒന്നെടുത്തിരിക്കുന്നത് സോഡിയം എസിറ്റേറ്റ്, ഒന്ന് സോഡിയം എസിറ്റേറ്റ് എടുത്തിട്ടുണ്ട്, ഒന്ന് പിന്നെ HCl എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സാധനം സോഡിയം ക്ലോറൈഡ് ആണ്. ഇത് 3 എണ്ണത്തിനും ഈ 3 ഇലക്ട്രോലൈറ്റിനും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് 3ഉം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. നിങ്ങൾക്ക് തോന്നിയ പോലെ ഇലക്ട്രോലൈറ്റിനൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് എസിറ്റിക് ആസിഡിന്റെ വാല്യൂ കിട്ടത്തക്ക രീതിയിലുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിനെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. മാത്രമല്ല ഈ തിരഞ്ഞെടുക്കുന്ന 3 ഇലക്ട്രോലൈറ്റിനും കോമൺ ആയിട്ടൊരു കാര്യമാണ് 3എണ്ണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളെ തിരഞ്ഞെടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ യു നോ ദാറ്റ് കോൾറാഷസ് ലോ പ്രകാരം ലാംഡ സീറോ എസിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ സീറോ എസിറ്റേറ്റ് അയോൺ പ്ലസ് ലാംഡ സീറോ എച്ച് പ്ലസ് അയോൺ. കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും രണ്ടിൻ്റെയും കൂടെ സം ടോട്ടലാണ് ടോട്ടൽ മോളാർ കണ്ടക്ടിവിറ്റി. അതുപോലെ തന്നെ നമുക്ക് ലാംഡ സീറോ സോഡിയം എസിറ്റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ സീറോ എസിറ്റേറ്റ് അയോൺ പ്ലസ് ലാംഡ സീറോ Na പ്ലസ്.
lambda 0 HCl is equal to lambda 0 H plus lambda 0 Cl minus. Lambda 0 NaCl is equal to lambda 0 Na plus lambda 0 Cl minus. Now you have three equations. The first equation, the second equation, the third equation. Now we will first and second equations add. We are subtracting that from the third equation. Now we equations add the left hand sides and right hand sides. Common terms cancel. This left hand side values we know. This is a graph graph lambda m versus root c graph strong electrolytes. So we have lambda 0 values graphically obtained. The left hand side values from the graph you can deduce the values of these three. Now, add right hand sides add you will get this is equal to lambda 0 acetate ion plus lambda 0 H plus. Now, this is equation we add the equation we subtract. You will get this value lambda 0 acetate ion acetic acid limiting molar conductivity to. These three values we graph value value sodium acetate HCl value we add sodium chloride lambda 0 value we subtract. And that's why we conductivity basic problem. But then substance in the anion cation acetate ion H plus anion cation. That's the equation. That's the acetate ion and H plus ion. That's the equations we add. The equation we subtract. You will get the limiting molar conductivity of the given substance. So that's the first application of Kornrash's law. Now we will go to the application. The application is alpha value. Alpha is the degree of dissociation. That is equal to lambda m by lambda m0. This is equal to the number of moles ionized divided by total number of moles. Total number of moles. Now, lambda m is a different concentration of molar conductivity. If you intermediate concentration, electrolyte is only partially ionized. So, partially ionized electrolyte contribution is lambda m. Lambda m0 is maximum dilution molar conductivity. That is electrolyte complete ionized molar conductivity. So that is represented as lambda m0, which is same as the total number of moles. That is the ionized. That is the molar conductivity lambda m0. This is partially ionized. Given concentration, that is partially ionized. That is the molar conductivity lambda m. With this you can also calculate Ka. K is dissociation constant on acid. That is equal to C alpha squared by 1 minus alpha. Alpha ke pagaram e value substitute here. C into lambda m by lambda m0 whole square divided by 1 minus lambda m by lambda m0. Above, this substitute here, you will get the value of Ka. Ka value Ka is equal to C into lambda m square divided by lambda m0 square. The C lambda m0 minus lambda m divided by lambda m0. Lambda m0 mole divided by lambda m0. One lambda m0, one lambda m0 cancel. So your final expression is Ka is equal to C into lambda m square divided by lambda m0 into lambda m0 minus lambda m. So that's the final expression. Now we are moving on to the next topic, electrolysis and electrolytic cells. So electrolysis. Chemical substance when you pass electricity, a substance in the chemical decomposition.
സോ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. The chemical decomposition of a substance that is brought about by passage of electricity. ഒരു വസ്തുവിലൂടെ കറണ്ട് കടത്തി വിട്ടിട്ട് അതിനെ ഡീകമ്പോസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. അതായത് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കെമിക്കൽ റിയാക്ഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ടൈപ്പ് റിയാക്ഷൻസ്. പിന്നെ രണ്ടാമത്തത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടത്തും. So this belongs to the second category. നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു വസ്തുവിൻ്റെ കെമിക്കൽ ഡീകമ്പോസിഷൻ നടത്തും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിസ് നടക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മളത് ആ പ്രോസസ്സ് നടക്കുന്ന ആ ഡിവൈസ് അല്ലെങ്കിൽ ഉപകരണത്തിൻ്റെ പേരാണ് ഇലക്ട്രോളിറ്റിക് സെൽസ് എന്ന് പറയും. ഈ ഇലക്ട്രോളിസിസിനെ പറ്റിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഫാരഡേ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അയാളുടെ പഠനങ്ങൾ അയാൾ നിയമങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, വിച്ച് ആർ നോൺ ആസ് ഫാരഡേസ് laws of electrolysis. ഫാരഡേയുടെ studies are put forth in the form of laws which are known as Faraday's laws of electrolysis. So we shall consider Faraday's first law. അപ്പോൾ ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ the mass of the substance liberated or deposited at an electron. Liberated എന്ന് പറയുന്നത് ഗ്യാസുകളുടെ കേസിൽ, deposited എന്ന് പറയുന്നത് സോളിഡ്സിൻ്റെ കേസിൽ. So the mass of the substance liberated or deposited at an electrode is directly proportional to the quantity of electricity passed through the electrolyte solution. അതായത് നിങ്ങൾ എത്ര ഇലക്ട്രിസിറ്റി ആണോ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലൂടെ കടത്തിവിടുന്നത് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ആ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട്. കൂടുതൽ കറണ്ട് കടത്തിവിട്ടാൽ കൂടുതൽ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യുമെന്നാണ് അതിനർത്ഥം. കറണ്ടിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ അളവും കൂടും. സോ ബട്ട് യു നോ ദാറ്റ് ദിസ് Q is equal to I into T. I is a current in ampere, and T is the time in seconds. So the quantity of electricity is equal to I into T, where I is the current in ampere and T is the time in seconds. So you can rewrite this expression as equal to W is proportional to IT, or it is equal to a proportionality constant Z into IT. Is Z in a pair? Z is known as electrochemical equivalent. ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് എന്നാണ് അതിൻ്റെ പേര്. ECE, ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് ആണ്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് നോക്കിയാൽ അറിയാം, W will be equal to Z when I is equal to 1 ampere and T is equal to 1 second. അതായത് ഒരു ആംപിയർ കറണ്ടിനെ നിങ്ങൾ ഒരു സെക്കൻഡ് സമയത്തേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ എത്ര സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ എത്ര സബ്സ്റ്റൻസ് ലിബറേറ്റ് ചെയ്യും, ആ അളവിനെയാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് എന്ന് പറയുന്നത്. It is the amount of substance liberated or deposited when 1 ampere current is passed for 1 second. 1 ampere current in 1 second അല്ലെങ്കിൽ ഒരു കൂളംബ് കറണ്ട് നിങ്ങൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ എത്ര സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതിൻ്റെ അളവിനെയാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ പറയണം, എന്താണ് ഒരു ഫാരഡേ? ഒരു ഫാരഡേ എന്ന് പറഞ്ഞാൽ ഒരു മോൾ ഇലക്ട്രോണുകളുടെ ചാർജിനെയാണ് നമ്മൾ ഒരു ഫാരഡേ എന്ന് പറയുന്നത്. ഒരു മോൾ ഇലക്ട്രോണുകളുടെ ചാർജ്, ഒരു മോൾ ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം, അവഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അത്രയും ഇലക്ട്രോണുകളുടെ ചാർജിനെയാണ് നമ്മൾ ഒരു ഫാരഡേ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് 96,000. അത് റൗണ്ട് ഓഫ് ചെയ്ത വാല്യൂ ആണ് 96,500 കൂളം. അപ്പോൾ ഒരു മോൾ ഇലക്ട്രോണുകളുടെ ചാർജ് അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ ചാർജിനെയാണ് നമ്മൾ ഒരു ഫാരഡേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു മോൾ സോഡിയത്തിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് എത്ര ചാർജ് അല്ലെങ്കിൽ എത്ര കറണ്ട് വേണ്ടി വരും? നമുക്ക് ഒരു മോൾ സോഡിയത്തിനെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഫാരഡേ ചാർജ് മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റിഡക്ഷൻ ഇക്വേഷൻ ഇങ്ങനെയാണ്, Na പ്ലസ് this is equal to Na. നോക്കൂ, അതായത് ഒരു മോൾ സോഡിയം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒരു മോൾ ഇലക്ട്രോണുകളെയാണ് ഉപയോഗിക്കുന്നത്. ഒരു മോൾ സോഡിയം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു മോൾ ഇലക്ട്രോൺ ഉപയോഗിക്കണം. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ഒരു ഫാരഡേ. അപ്പോൾ ഒരു ഫാരഡേ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഡെപ്പോസിറ്റ് 1 mole ഓഫ് സോഡിയം മെറ്റൽ. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ കാൽസ്യത്തിനെ ഡെപ്പോസിറ്റ് ചെയ്യാനും
ഒരു മോൾ കാൽസ്യത്തിന് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 മോൾ ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് 2 ഫാരഡേ ഇലക്ട്രിസിറ്റി നിങ്ങൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഡെപ്പോസിറ്റ് 1 മോൾ ഓഫ് കാൽസ്യം. ഇത് അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് നമ്മൾ പറഞ്ഞത്. ഫാരഡേസ് ലോന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ വി ഷുഡ് ഗോ ഓൺ ടു ദ സെക്കൻഡ് ലോ. ഫാരഡേയുടെ സെക്കൻഡ് ലോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഫാരഡേയുടെ സെക്കൻഡ് ലോ. ഫാരഡേ സെക്കൻഡ് ലോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ when same quantity of electricity is passed through different electrolytes which are connected in series. നോക്കൂ, നിങ്ങൾ ഒന്നിൽ കോപ്പർ സൾഫേറ്റ് എടുത്തു, നിങ്ങൾ രണ്ടാമത്തെ ഒരു വെസലിൽ മറ്റൊരു രണ്ട് ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റിനെ എടുത്തു. ഇതിനെ രണ്ടിനെയും നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തു. സീരീസിൽ കണക്ട് ചെയ്യണം, സീരീസ് കണക്ഷൻ ആണെന്ന് വിചാരിച്ചു. രണ്ടിനെയും സീരീസിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ you are passing the same quantity of electricity through 2 different electrolytes which are connected in series. So the law says that the amount of substance liberated or deposited is directly proportional to its chemical equivalent weight node അല്ലെങ്കിൽ chemical equivalent mass node proportional ആയിരിക്കും എന്നാണ് Faraday's second law പറയുന്നത്. When same quantity of electricity is passed through different electrolytes which are connected in series, the amount of substance liberated or deposited is directly proportional to their chemical equivalent weights എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ A ആയിട്ടും ഇതിനെ B ആയിട്ടും എടുക്കുകയാണെങ്കിൽ mass of A deposited divided by mass of B deposited is equal to equivalent mass of A divided by equivalent mass of B. അതെങ്ങനെയാ നോക്കൂ. ഇവിടെ നമ്മൾ A എന്ന് പറയുന്നത് mass of copper sulfate deposited ആണ്. Mass of copper sulfate deposited divided by mass of silver nitrate deposited is equal to equivalent mass of copper sulfate. എങ്ങനെ നമ്മൾ equivalent mass of copper, ഇതിന്റെ equivalent mass of copper എങ്ങനെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ mass of copper sulfate അല്ല, mass of copper deposited, mass of copper divided by mass of silver ആണ്. The amount of metal liberated or deposited ആണ്. So it's mass of copper divided by mass of silver. അപ്പോൾ ഇത് എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഈക്വൽ ടു ദി ഇക്വലന്റ് മാസ് ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് സിൽവർ ആണ്. ഇതെങ്ങനെ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വലന്റ് മാസ് ഇസ് ഈക്വൽ ടു അറ്റോമിക് മാസ് divided by number of electrons required to reduce cation എന്ന് പറഞ്ഞിട്ടുണ്ട്. കാറ്റയോൺ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എത്ര ഇലക്ട്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടോ അതുകൊണ്ട് അറ്റോമിക് മാസിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കോപ്പറിന്റെ അറ്റോമിക് മാസ് 63.4 ആണ്. അതിനെ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ കാറ്റയോൺ. കോപ്പർ സൾഫേറ്റിലുള്ള കാറ്റയോൺ എന്ന് പറഞ്ഞാൽ കോപ്പർ 2+ ആണ്. ഇതിനെ റെഡ്യൂസ് ചെയ്ത് കോപ്പർ ആക്കണമെങ്കിൽ 2 ഇലക്ട്രോൺ വേണം. So you have to divide this by 2. So you get 31.7. So that's equivalent mass of copper. ഇനി നമുക്ക് രണ്ടാമത്തെ സിൽവർ നൈട്രേറ്റ് ആണ്. സിൽവർ നൈട്രേറ്റിലെ അയോൺ എന്ന് പറയുന്നത് കാറ്റയോൺ എന്ന് പറഞ്ഞാൽ സിൽവർ അയോൺ ആണ്. ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് 1 ഇലക്ട്രോൺ മതി. സോ അറ്റോമിക് മാസ് അല്ല, ഇവിടെ മോളിക്കുലർ അറ്റോമിക് മാസ് ഓഫ് സിൽവർ 108 ആണ്. അറ്റോമിക് മാസ് ഓഫ് സിൽവർ ഇസ് 108. അത് ഡിവൈഡഡ് ബൈ 1. സോ ഇറ്റ് ഇസ് സെയിം ആസ് ദി അറ്റോമിക് മാസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് അതങ്ങനെ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അയോണിന്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അറ്റോമിക് മാസിനെ അയോണിന്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഷുഡ് ഗെറ്റ് ഇക്വലന്റ് മാസ്. സോ അപ്പോൾ ഇതാണ് ഫാരഡേയുടെ സെക്കൻഡ് നിയമം. മാസ് ഓഫ് എ ഡെപ്പോസിറ്റഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബി ഡെപ്പോസിറ്റഡ്, ദാറ്റ് ഇസ് മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ബൈ മാസ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റഡ് ഇസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദിയർ ഇക്വലന്റ് മാസ്. സോ ദാറ്റ് ഇസ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോളിസിസിന്റെ പ്രോഡക്റ്റുകൾ എന്തിൻ്റെയൊക്കെ മേലെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇലക്ട്രോലൈറ്റ് മാറുന്നതിനനുസരിച്ച് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് മാറ്റം ഉണ്ടാവും. സിൽവർ നൈട്രേറ്റിനെ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് അല്ല കോപ്പർ സൾഫേറ്റിനെ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് മാറുന്നതിനനുസരിച്ച് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിന് മാറ്റം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളത് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡാണ്. ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്. നമുക്ക് ഈ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഇലക്ട്രോഡ്സ് നമുക്കുണ്ട്. ഒന്ന് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്സും രണ്ടാമത്തത് റിയാക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സും. ഈ ഇനേർട്ട് ഇലക്ട്രോഡ് കാറ്റഗറിയിൽ വരുന്നതാണ് ഗോൾഡ്, പ്ലാറ്റിനം പോലുള്ള ഇലക്ട്രോഡുകൾ. അതിനെ നിങ്ങൾ ഉപയോഗിച്ചുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോഡുകൾ ഈ സെല്ലിനകത്ത് നടക്കുന്ന റിയാക്ഷനിലൊന്നും പങ്കെടുക്കില്ല.
അത് ആകെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഓൺലി ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സിങ്ക് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകൾ അങ്ങോട്ട് കൊടുക്കുക, ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് സ്വീകരിക്കുക എന്നല്ലാതെ അതിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷനിൽ ഒന്നും തന്നെ അത് പങ്കെടുക്കില്ല. സോ ദാറ്റ്സ് എ പെക്യുലാരിറ്റി ഓഫ് ഇനർട്ട് ഇലക്ട്രോൺസ്. ഗോൾഡ്, പ്ലാറ്റിനം ഒക്കെ ആ കാറ്റഗറിയിലുള്ളതാണ്. പിന്നെ രണ്ടാമത്താണ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് ആ സെല്ലിനകത്ത് നടക്കുന്ന റിയാക്ഷനിലൊക്കെ അത് പങ്കെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ ഇലക്ട്രോളിസിസ് ഓഫ് കോപ്പർ സൾഫേറ്റ് യൂസിങ് കോപ്പർ ഇലക്ട്രോൺസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ കോപ്പർ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആനോഡിലുള്ള കോപ്പർ ഡിസോൾവ് ചെയ്തിട്ട് കാഥോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ആ ഇലക്ട്രോഡും റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് വിച്ച് ഇസ് കോൾഡ് റിയാക്റ്റീവ് ഇലക്ട്രോഡ്. പിന്നെ മൂന്നാമത്തെ കാര്യം ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് സ്പീഷീസ് ഇൻ ദ സെൽ. റെഡ്യൂസിങ് സ്പീഷീസ് നിങ്ങളുടെ ഇലക്ട്രോളിക് സെല്ലിനകത്ത് പലതരത്തിലുള്ള ഓക്സിഡൈസിങ് റെഡ്യൂസിങ് സ്പീഷീസ് ഉണ്ടാകാം. അത് അതിനകത്തുള്ള റിയാക്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. അതനുസരിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റുകൾക്ക് വ്യത്യാസമുണ്ടാകും. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള സബ്സ്റ്റൻസുകളുടെ E0 വാല്യൂ. ആ സബ്സ്റ്റൻസുകളുടെ E0 വാല്യൂ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ അതും ഇതിൻ്റെ പ്രോഡക്റ്റിനെ ബാധിക്കും. പിന്നെ അവസാനമായിട്ടൊരു ടേം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ ഓവർ വോൾട്ടേജിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെറ്റൽസിനെയൊക്കെ നമ്മൾ ഏതൊരു വസ്തുവിനെയും ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡെഫിനറ്റ് എമൗണ്ട് ഓഫ് വോൾട്ടേജ് ആവശ്യമാണ്. ഏതൊരു വസ്തുവിനെയും ഒരു ഇലക്ട്രോഡിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു ഡെഫിനറ്റ് എമൗണ്ട് ഓഫ് വോൾട്ടേജ് നിങ്ങൾ കൊടുക്കണം. സാധാരണഗതിയിൽ മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജ് ഇസ് സെയിം ആസ് ദിയർ E0 വാല്യൂ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് തുല്യമായിട്ടുള്ള വാല്യൂ ഉള്ള വോൾട്ടേജ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മെറ്റൽസിനെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷെ ഗ്യാസുകൾ അങ്ങനെയല്ല. E0 വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വോൾട്ടേജ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസുകളെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ, ലിബറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ലിബറേഷൻ വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ E0നേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ വോൾട്ടേജ് നിങ്ങൾ കൊടുത്താലേ ഗ്യാസുകളെ നമുക്ക് ലിബറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ എക്സ്ട്രാ വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് E0നേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ വോൾട്ടേജ് നിങ്ങൾ ഗ്യാസുകൾക്ക് കൊടുക്കണം അവയെ ലിബറേറ്റ് ചെയ്യാൻ. ആ എക്സ്ട്രാ വോൾട്ടേജ് ഇസ് നോൺ ആസ് ഓവർ വോൾട്ടേജ്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് കേസുകളിൽ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസും അതിൻ്റെ പ്രോഡക്ട്സുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ് ആണ് പറയുന്നത്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോളിസിസ് വെരി സിമ്പിൾ. കാരണം മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനകത്ത് ഇറ്റ് വിൽ എക്സിസ്റ്റ് ആസ് സോഡിയം ആൻഡ് ക്ലോറൈഡ് അയോൺസ് ആയിട്ടാണ് ഉണ്ടാവുക. സോഡിയം ക്ലോറൈഡ് അയണൈസ് ചെയ്യും മോൾട്ടൺ സ്റ്റേറ്റിൽ Na+ഉം Cl-ഉമായിട്ടാണ് നിൽക്കുക. ഈ Na+ ബീങ് എ പോസിറ്റീവ് അയോൺ ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടു ദ കാഥോഡ്. അത് കാഥോഡിൽ പോകും. കാഥോഡിൽ നിങ്ങൾക്ക് അറിയാലോ റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ നടന്നിട്ട് അത് സോഡിയം മെറ്റലായിട്ട് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതേ സമയത്ത് ദിസ് ക്ലോറൈഡ് അയോൺ ബീങ് എ നെഗറ്റീവ് അയോൺ ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടു ദി ആനോഡ്. ആനോഡിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നടന്നിട്ട് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോലൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കാഥോഡിൽ സോഡിയം മെറ്റൽ വിൽ ബി ഡെപ്പോസിറ്റഡ് ആൻഡ് ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് വിൽ ബി ലിബറേറ്റഡ്. അപ്പോൾ ഈ രണ്ട് പ്രോഡക്ട്സ് ആണ് കിട്ടുക, സോഡിയം അറ്റ് കാഥോഡ് ആൻഡ് ക്ലോറിൻ അറ്റ് ദി ആനോഡ്. അപ്പോൾ ഈ അക്വസ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ ആണ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സോഡിയം അയോണും ക്ലോറൈഡ് അയോണും മാത്രമല്ല ഉണ്ട്. യു ഓൾസോ ഹാവ് H+ and OH- ions. കുറച്ച് H+ ഉം കുറച്ച് OH- ions ഉണ്ടാവും which are produced by slow ionization of water. അപ്പോൾ ഇവിടെ രണ്ട് പോസിറ്റീവ് അയോൺ രണ്ട് നെഗറ്റീവ് അയോൺ ഉണ്ടാകുമ്പോൾ നാച്ചുറലി ദിൽ ബി എ കോമ്പറ്റീഷൻ. ഇപ്പോൾ രണ്ടാൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരെ റെഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ആരെ ഓക്സിഡൈസ് ചെയ്യണം എന്നൊരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവും. ഇവിടെയും അതുപോലത്തെ ഒരു കോമ്പറ്റീഷൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കാഥോഡിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. കാഥോഡിലേക്ക് Na+ പോസിറ്റീവ് അയോൺ അത് കാഥോഡിൽ പോകും. അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഡിയം അയോൺ കിട്ടും. നോക്കൂ, ഇതിൻ്റെ E0 വാല്യൂ ഇസ് ഈക്വൽ ടു -2.71. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് ഡിപ്പെൻഡ്സ് ഓൺ E0 വാല്യൂ. E0 വാല്യൂ അറിയണം. പിന്നെ രണ്ടാമത്തെ ഒരു റിഡക്ഷൻ പ്രോബബിലിറ്റി ഉള്ളത് H+ അയോൺ റെഡ്യൂസ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ആവാനുള്ള സാധ്യതയാണുള്ളത്. അതിൻ്റെ E0 വാല്യൂ 0 വോൾട്ട് ആണ്.
നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആർക്കാണോ E0 വാല്യൂ കൂടുതൽ, നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. E0 വാല്യൂ കൂടുതലുള്ള ആളെപ്പോഴും റിഡക്ഷൻ അണ്ടർഗോ ചെയ്യും. ഇവിടെ ഈ രണ്ടെണ്ണത്തിൽ വെച്ചിട്ട് E0 വാല്യൂ കൂടുതലുള്ളത് ആർക്കാണ്? ഹൈഡ്രജനാണ്. സോ അതുകൊണ്ട് ഈ റിയാക്ഷനിലാണ് E0 വാല്യൂ കൂടുതലുള്ളത്. അതുകൊണ്ട് കാഥോഡിൽ നടക്കാൻ സാധ്യതയുള്ളത് എന്താണ്? റിഡക്ഷൻ ഓഫ് H+ അയോൺ ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. പക്ഷേ ഈ H+ അയോൺ എങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചാൽ വാട്ടറിന്റെ അയണൈസേഷൻ വഴിയാണ് H+ അയോൺ ഉണ്ടായത്. H+ ions are formed by ionization of water. So the net reaction at the cathode എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും സം ടോട്ടലാണ്. അപ്പം സം ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സിന് ഒന്നിച്ചാടിയും റൈറ്റ് ഹാൻഡ് സൈഡ്സിന് ഒന്നിച്ചാടിയും രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ചെയ്യും. കോമൺ ആയിട്ടുള്ള ടേം എന്ന് പറഞ്ഞാൽ H+ ആണ് രണ്ട് ഭാഗത്തും വരുന്നത്. അതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ നെറ്റ് റിയാക്ഷൻ അറ്റ് ദി കാഥോഡ്. ദിസ് ഈസ് യുവർ നെറ്റ് റിയാക്ഷൻ അറ്റ് ദി കാഥോഡ്. ഇപ്പോൾ കാഥോഡിൽ സംഭവിക്കുന്ന റിയാക്ഷൻ ഇതാണ്, റിഡക്ഷൻ ഓഫ് H+ ആയി. ഇനി ആനോഡിലും ഇതുപോലെ ഒരു കോമ്പറ്റേഷൻ ഉണ്ട്. അതായത് ഒന്ന് ക്ലോറൈഡ് അയോണിന്റെ ഓക്സിഡേഷൻ ഗിവിംഗ് ക്ലോറിൻ ഗ്യാസ്. ഇതിന്റെ E0 വാല്യൂ 1.36 വോൾട്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു റിയാക്ഷൻ വാട്ടറിന്റെ ഓക്സിഡേഷൻ. വാട്ടറിൻ്റെ മീഡിയത്തിൽ, കാരണം ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, ഇത് കുറച്ച് അയണൈസ് ചെയ്തു. മോസ്റ്റ്ലി ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ദ ഫോം ഓഫ് അൺഅയണൈസ്ഡ് വാട്ടർ മോളിക്യൂൾസ്. 4H+ പ്ലസ് 4 ഇലക്ട്രോൺ. ഇതിൻ്റെ E0 വാല്യൂ 1.23. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ ഏത് നടക്കുന്നത് എങ്ങനെ നോക്കുക? ആർക്കാണോ E0 വാല്യൂ കുറവ് അയാളാണ് ഓക്സിഡൈസ് ചെയ്യുക. E0 വാല്യൂ കുറവുള്ള ആൾ ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് E0 വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ റിയാക്ഷൻ്റെ E0 വാല്യൂ ആണ് കുറവ്. ഈ റിയാക്ഷൻ്റെ E0 വാല്യൂ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഓക്സിഡേഷൻ ആണ് നടക്കേണ്ടത്. നിങ്ങൾക്ക് ആനോഡിൽ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഓക്സിജനാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആനോഡിൽ ഓക്സിജൻ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആനോഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനം ക്ലോറിനാണ്. എന്തുകൊണ്ട് ഓക്സിജൻ ഉണ്ടാവുന്നില്ല? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ്റെ ഓവർ വോൾട്ടേജ് ആണ്. ഓവർ വോൾട്ടേജ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ 1.23 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എക്സ്ട്രാ വോൾട്ടേജ് കൊടുക്കണം. ആ എക്സ്ട്രാ വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്കും ആ വാല്യൂ ഇതിനേക്കാൾ കൂടുതലായി പോകും. 1.36 വോൾട്ടിനേക്കാളും കൂടുതലായി പോകും. ആ എക്സ്ട്രാ വോൾട്ടേജും കൂടി കൊടുക്കുമ്പോൾ ഓക്സിജന്റെ ലിബറേഷന് വേണ്ട ടോട്ടൽ വോൾട്ടേജ് എക്സീഡ്സ് ദിസ് വാല്യൂ. അപ്പോൾ പിന്നെ എളുപ്പം എന്താ? ക്ലോറിനെ ലിബറേറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് വാല്യൂസിൽ ആർക്കാണ് E0 വാല്യൂ കുറവ് അയാളാണ് ഓക്സിഡൈസ് ചെയ്യുന്നത്. അപ്പം നാച്ചുറലി ഈ ഇക്വേഷൻ്റെ E0 വാല്യൂ കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കണം? ഓക്സിജൻ ലിബറേറ്റ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് ഓക്സിജൻ ഉണ്ടാവുന്നില്ല, ക്ലോറിൻ ആണ് ഉണ്ടാവുന്നത്. ക്ലോറിൻ ഉണ്ടാവാനുള്ള കാരണം ഓക്സിജന്റെ ഓവർ വോൾട്ടേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1.23 വോൾട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യാൻ കഴിയില്ല. യു ഹാവ് ടു പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ യു ഹാവ് ടു ഗിവ് സം എക്സ്ട്രാ വോൾട്ടേജ്. ആ എക്സ്ട്രാ വോൾട്ടേജും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും ഈ 1.36നേക്കാളും വാല്യൂ കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് എളുപ്പം ക്ലോറിനെ ലിബറേറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ റിയാക്ഷൻസ് സം അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെയാണ് ഉണ്ടാവും. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ അയണൈസ് ചെയ്തിട്ട് Na+Cl- ഉണ്ടാവും. ഇനി നമ്മളുടെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. H2O plus electron giving half H2 plus OH minus. So that's the reaction at the cathode. Anode chloride ion oxidation on half chlorine plus 2 electron. The net reaction is the 3 add the 3 left hand sides add 3 right hand sides add your net reaction is sodium chloride plus water giving half H2 plus half chlorine plus Na plus OH minus. So sodium chloride ne ningal electrolyze ചെയ്താൽ aqueous sodium chloride electrolyze ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാഥോഡിൽ നിങ്ങൾക്ക് ഹൈഡ്രജൻ ഉണ്ടാവും. ആനോഡിൽ കാഥോഡിൽ ഹൈഡ്രജൻ, ആനോഡിൽ ക്ലോറിൻ, പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് will be produced in solution. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനകത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്. ബ്രൈനിനകത്ത് ഉണ്ടാക്കുന്ന അതിൻ്റെ പ്രിൻസിപ്പിളാണിത്. സോ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ബ്രൈൻ സൊല്യൂഷനെ നമ്മൾ ഇലക്ട്രോലൈസ് ചെയ്താൽ NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് will be produced in solution. That's നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച കാസ്ന-കെൽനർ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ ഇത് തന്നെയാണ്. So that's electrolysis of aqueous sodium chloride. ചില കേസുകളിൽ നമ്മൾ ഇലക്ട്രോളിസിന്റെ പ്രോഡക്റ്റ് ഡിസൈഡ് ചെയ്യാൻ E0 പകരം നമ്മൾ ഈ വാല്യൂ ഉപയോഗിക്കും.
ഈ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഈ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ആരാണ് ലിബറേറ്റ് ചെയ്യുക, ആരാണ് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ വാല്യൂ ഉപയോഗിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ഈ വാല്യൂ മാറും. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സൾഫ്യൂറിക് ആസിഡിൻ്റെ ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് നടക്കാൻ സാധ്യതയില്ല, ആനോഡിൽ നടക്കാൻ സാധ്യതയുള്ള ആനോഡിൽ നടക്കാൻ സാധ്യതയുള്ള രണ്ട് റിയാക്ഷൻസ്. ഒന്ന് വാട്ടറിൻ്റെ ഓക്സിഡേഷൻ പ്രൊഡ്യൂസിങ് ഓക്സിജൻ, ഇതിൻ്റെ വാല്യൂ 1.23 വോൾട്ട് ആണ്. പിന്നെ രണ്ടാമത്തതൊന്ന് സൾഫേറ്റ് അയോണിൻ്റെ ഓക്സിഡേഷൻ, ഇതിൻ്റെ വാല്യൂ 1.96 വോൾട്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സൾഫ്യൂറിക് ആസിഡിൻ്റെ സൊല്യൂഷൻ ഡൈല്യൂട്ട് ആണെങ്കിൽ ഈ ആദ്യത്തെ റിയാക്ഷൻ ആണ്. ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഇലക്ട്രോളിസിസ് നടത്തുകയാണെങ്കിൽ ആനോഡിൽ ഈ റിയാക്ഷൻ നടക്കും. And if you are using a concentrated solution of sulfuric acid, anode ഈ റിയാക്ഷൻ നടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ you are determining the reaction in terms of electrode potential. Electrode potential വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻ ഇലക്ട്രോളിസിന്റെ പ്രോഡക്റ്റിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സാധനം കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് മാറും. അപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ ഡൈല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിച്ച് ഈ റിയാക്ഷൻ നടക്കും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ the second reaction will take place at the anode.